ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മക്രോണി റെസിപ്പി നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴുകി വെച്ച മക്രോണി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഇളക്കി അത് വെന്ത് വരുന്ന സമയത്ത് ഒരു സ്റ്റെയിനറിലേക്ക് അരിച്ചെടുക്കാം. പിന്നെ നമുക്കതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ചെറിയ സൈസിലുള്ള ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ പാനിലേക്ക് ആ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനെ നല്ലപോലെ വഴറ്റാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് വഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ കുറച്ച് ബോൺലെസ് ചിക്കന് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത് അതും കൂടെ ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല അത് നല്ലപോലെ ഇളക്കിയിട്ട് അതും കൂടി വേവാൻ വേണ്ടി വെക്കാം. ഒന്ന് വെന്ത് പാകമായി വരുമ്പോൾ ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നല്ലപോലെ മൂടി വെച്ച് വേവിച്ച് കുറച്ച് ഈ ഇറച്ചി ഒന്ന് നല്ലൊരു മുരിഞ്ഞ് വരും. ആ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ച മക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് അത് മൂടി വെച്ച് വേവിക്കാം. പിന്നെ അത് നമുക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം.